ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിളിക്കൂടെ അപ്കമിങ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുനന്ദയുടെ വിവാഹ തലേന്ന് ഉറക്ക പാട്ട് വെച്ചിരിക്കുകയാണ്. ഇത് കേട്ട് വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് നിധിയും സുധീഷും നികേഷും. ഹരീഷും ഭാസ്കരനും ദേഷ്യത്തോടുകൂടി ഇരിക്കുന്നു. ഹരീഷ് പറയുന്നു അവരത് മനഃപൂർവ്വം ചെയ്യുന്നത്, പാട്ട് ഇവിടെ കേൾക്കാൻ വേണ്ടിയാ ഇത്രയും ഉറക്ക വെച്ചിരിക്കുന്നത്. ഭാസ്കരൻ പറയുന്നു മനുഷ്യൻ ഇവിടെ കിടന്ന് ഉറങ്ങണ്ടേ, ഇത്ര ഉറക്കെയാണോ പാട്ട് വെക്കുന്നത്? എടാ ഹരീഷേ, ആ മൈക്ക് സെറ്റ് വെച്ചിരിക്കുന്നവന്റെ മണ്ടക്കിട്ട് ഒരെണ്ണം കൊടുക്ക്. ഹരീഷ് പറയുന്നു അച്ഛനൊന്നും മിണ്ടാതിരിക്കുവോ? അച്ഛൻ നല്ല രീതിയിൽ നടന്നിരുന്നുവെങ്കിലും ഇപ്പൊ സുഭാഷ് ഏട്ടന്റെയും സുനന്ദയുടെയും കല്യാണം നടന്നേനെ. സുധീഷ് പറയുന്നു വിടടാ, സമയം ഒരുപാടായല്ലോ, സുഭാഷ് ഏട്ടൻ ഇതുവരെ വന്നില്ല. നികേഷ് പറയുന്നു ഇപ്പൊ ഞാൻ ഫോണിൽ വിളിച്ചായിരുന്നു, വന്നുകൊണ്ടിരിക്കുവാണെന്ന് പറഞ്ഞു. നിധി പറയുന്നു ഈ നടക്കുന്നതെല്ലാം കാണുമ്പോൾ സുഭാഷ് ഏട്ടന് നല്ല വിഷമം ഉണ്ടായിരിക്കും. നികേഷ് പറയുന്നു ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിലും സുഭാഷ് ഏട്ടൻ അത് പുറമെ കാണിക്കില്ലല്ലോ. സുധീഷ് പറയുന്നു സുനന്ദ ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചു പോട്ടെ, സുഭാഷ് ഏട്ടനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് ഏട്ടന് വേണ്ടി ഒരു റിസ്ക് എടുക്കാൻ അവള് തയ്യാറല്ല. എങ്ങനെയെങ്കിലും കല്യാണം നടന്നു പോട്ടെ. നികേഷെ, സുഭാഷ് ഏട്ടനെ വിളിച്ച് എവിടെ എത്തിയെന്ന് ചോദിക്കും. വീട്ടിൽ വരാതെ ആലോചിച്ചുകൊണ്ട് എവിടെയെങ്കിലും പോയി ഇരിപ്പുണ്ടായിരിക്കും. നിധി പറയുന്നു എൻഗേജ്മെന്റിന്റെ അന്നേ സുഭാഷ് ഏട്ടൻ വല്ലാത്ത വിഷമത്തിലായിരുന്നു. ഇപ്പത്തെ കല്യാണവുമായി. പാവം, ഇതൊക്കെ എങ്ങനെ തരണം ചെയ്യുമെന്ന് എനിക്കറിയില്ല. സുഭാഷിന്റെ ഫോണിലേക്ക് വിളിച്ച് നികേഷ് ചോദിക്കുന്നു സുഭാഷ് ഏട്ടാ എവിടെ എത്തി? സുഭാഷ് പറയുന്നു ഞാൻ വീടിന്റെ അരികിൽ എത്തിയടാ. ഇത് കേട്ട് നികേഷ് ചോദിക്കുന്നു എത്തിയോ? പെട്ടെന്ന് വാ. സുഭാഷ് അകത്തേക്ക് കയറി വരുമ്പോൾ എല്ലാവരും സുഭാഷിനെ ശ്രദ്ധിക്കുകയാണ്. സുഭാഷ് പുഞ്ചിരിച്ച് എല്ലാവരെയും നോക്കുന്നു. സുഭാഷ് പറയുന്നു മോളെ, ഇന്ന് എഞ്ചിനീയർ ഒരുപാട് ലേറ്റ് ആയിട്ടാ വന്നത്, എഞ്ചിനീയറെ കാത്തിരുന്ന സമയം പോയി. സുധീഷ് ചോദിക്കുന്നു സുഭാഷ് ഏട്ടാ കയ്യിൽ എന്താ? പാഴ്സല്. സുഭാഷ് പറയുകയാണ് അത് വീട്ടിൽ വന്നിട്ട് പാചകം ചെയ്യാനുള്ള സമയമുണ്ടോന്ന് അറിയില്ല, അതുകൊണ്ട് എല്ലാവർക്കും ബിരിയാണി വാങ്ങിച്ചോണ്ടാ വന്നത്. കഴിക്കാം, വാ എല്ലാവരും വാ, നമുക്ക് കഴിക്കാം. അങ്ങനെ സുഭാഷ് ബിരിയാണി എടുത്തു വെക്കുമ്പോൾ എല്ലാവരും വിഷമത്തോടു കൂടി സുഭാഷിനെ ശ്രദ്ധിക്കുകയാണ്. ഇത് കണ്ട് സുഭാഷ് ചോദിക്കുന്നു എന്തു പറ്റിയടാ, എല്ലാവരുടെയും മുഖം വാടിയിരിക്കുന്നല്ലോ. സുധീഷ് പറയുന്നു അതൊന്നുമില്ല, ഞങ്ങൾ എല്ലാവരും നോർമലായിട്ടായിരിക്കുന്നത്. സുഭാഷ് പറയുന്നു ശരി ശരി വാ നമുക്ക് കഴിക്കാം. നിധി പറയുന്നു സുഭാഷ് ഏട്ടാ ഞാൻ ഇതെല്ലാം എടുത്തു വെക്കാം, സുഭാഷ് ഏട്ടൻ പോയി ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം. സുഭാഷ് പറയുന്നു മോളെ എനിക്ക് വിശപ്പില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാ വാങ്ങിച്ചോണ്ട് വന്നത്. ഹരീഷ് ചോദിക്കുന്നു സുഭാഷ് ഏട്ടൻ എന്താ വിശപ്പില്ലാത്തത്? സുഭാഷ് പറയുന്നു എന്താണെന്ന് അറിയില്ലടാ, നല്ല തലവേദനയുണ്ട്. സുധീഷ് ചോദിക്കുന്നു സുഭാഷ് ഏട്ടൻ എന്താ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നത്? സുഭാഷ് പറയുന്നു അറിയില്ലടാ, ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നുണ്ട്, അത് ശരിയായിക്കോളൂ, നിങ്ങൾ എല്ലാവരും കഴിക്ക്, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് പോവുകയാണ്. സുഭാഷ് കൈയും മുഖവും കഴുകുമ്പോൾ എല്ലാവരും വിഷമത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. തുടർന്ന് എല്ലാവരുടെ അരികിലേക്ക് വന്ന് സുഭാഷ് പറയുന്നു എന്താ ഇത്, എല്ലാം അതുപോലെ തന്നെ ഇരിപ്പുണ്ടല്ലോ, ആരും കഴിക്കാൻ തുടങ്ങിയില്ലേ? പ്ലേറ്റ് പോലും എടുത്തിട്ടില്ലല്ലോ, ഞാൻ പ്ലേറ്റ് എടുത്തോണ്ട് വരാം. അങ്ങനെ പ്ലേറ്റുമായി അവിടേക്ക് വരികയാണ് സുഭാഷ്. വെള്ളവും എടുത്ത് പിന്നാലെ വരികയാണ് നിധി. സുഭാഷ് പറയുന്നു വാടാ കഴിക്കാം. നിധി പറയുന്നു സുഭാഷ് ഏട്ടനും ഇരിക്ക്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. സുഭാഷ് പറയുന്നു വേണ്ട മോളെ, നിങ്ങൾ കഴിക്ക്. അങ്ങനെ അവിടെ നിന്ന് പോകാനായി തുടങ്ങുന്ന സുഭാഷ് ഒന്ന് ആലോചിച്ച് തിരിച്ചു വന്ന് അവിടേക്ക് ഇരുന്നിട്ട് പറയുന്നു ഞാനും നിങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ പോകുക, അല്ലെങ്കിൽ നിങ്ങൾ ആരും നന്നായി ഭക്ഷണം കഴിക്കില്ല. എല്ലാവരുടെയും പ്ലേറ്റിലേക്ക് ബിരിയാണി എടുത്തു കൊടുത്തിട്ട് സുഭാഷും കുറച്ച് ബിരിയാണി എടുക്കുകയാണ്. നികേഷ് ചോദിക്കുന്നു സുഭാഷ് ഏട്ടന് ബിരിയാണി ഇഷ്ടമല്ലേ, എന്താ ഇത്രയും കുറച്ചെടുത്തിരിക്കുന്നത്? സുഭാഷ് പറയുന്നു നികേഷ് എനിക്ക് തലവേദന ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ കഴിക്കുന്നത്, നിങ്ങൾ കഴിക്ക്. നിധി ചോദിക്കുന്നു സുഭാഷ് ഏട്ടാ തലവേദനയുടെ ഗുളിക വേണോ? സുഭാഷ് പറയുന്നു വേണ്ട മോളെ, കുറച്ചു നേരം കിടന്ന് റെസ്റ്റ് എടുത്താൽ ശരിയാകുമെന്ന് വിചാരിക്കുന്നു, നിങ്ങൾ കഴിക്കുക. അങ്ങനെ സുഭാഷ് കഴിക്കാനായി തുടങ്ങുമ്പോൾ ഉച്ചത്തിലുള്ള പാട്ട് കേട്ട് ശ്രദ്ധിക്കുകയാണ് സുഭാഷ്. എല്ലാവരും സുഭാഷിനെയും ശ്രദ്ധിക്കുന്നു. സുഭാഷ് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് ബിരിയാണി കഴിക്കുകയാണ്. ഇടയ്ക്ക് സുഭാഷ് ചുമയ്ക്കുമ്പോൾ സുഭാഷിയുടെ വെള്ളം കുടിക്കുന്നു പറഞ്ഞ് എല്ലാവരും ടെൻഷനോടുകൂടി സുഭാഷിന് വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. സുഭാഷ് പറയുന്നു സാരമില്ല, നിങ്ങൾ കഴിക്ക്. എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ സുഭാഷ് പ്ലേറ്റിലേക്ക് വിളമ്പിയ ബിരിയാണി കഴിച്ചതിന് ശേഷം എഴുന്നേറ്റ് പോവുകയാണ്. തുടർന്ന് വിഷമത്തോടു കൂടി ഇരിക്കുന്ന സുനന്ദയുടെ അരികിലേക്ക് വന്ന ലളിത ചോദിക്കുന്നു നീ കഴിച്ചില്ലേ? സുനന്ദ പറയുകയാണ് എനിക്ക് വേണ്ട അമ്മ. ലളിത പറയുന്നു ഭക്ഷണം വേണ്ടെന്നോ? അതെന്താടി? സുനന്ദ പറയുകയാണ് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ലമ്മ. ലളിത പറയുന്നു ദേ നോക്ക്, നേരം വെളുത്താൽ നിന്റെ കല്യാണമാണ്, ഇങ്ങനെ മുഖവും വീർപ്പിച്ചോണ്ടിരിക്കാതെ. ബന്ധുക്കളൊക്കെ എന്താ കല്യാണ പെണ്ണ് വിഷമിച്ചിരിക്കുന്നതെന്ന് എന്നോട് ചോദിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത് നീ. അങ്ങനെ ലളിത ഭക്ഷണം കൊണ്ട് വെക്കുകയാണ്. നീ വിശക്കുമ്പോ എടുത്ത് കഴിക്ക്, ഞാൻ ഇത് ഇവിടെ വെക്കുക. ബന്ധുക്കൾ ആരെങ്കിലും നിന്നോട് സംസാരിക്കാൻ വന്നാൽ നല്ല ചിരിച്ച മുഖത്തോടെ നല്ല രീതിയിൽ സംസാരിക്കണം. തുടർന്ന് സുഭാഷ് കുറച്ചു നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോവുകയാണ്. എല്ലാവരും വിഷമത്തോടുകൂടി സുഭാഷിനെ നോക്കുമ്പോൾ റൂമിനകത്തേക്ക് കയറി വാതിലടച്ച് സുനന്ദയെ കുറിച്ച് ആലോചിച്ച് കണ്ടു നിറങ്ങിയിരിക്കുകയാണ് സുഭാഷ്. തുടർന്ന് സുനന്ദയുടെ അരികിലേക്ക് വന്ന ലളിത പറയുന്നു എന്താടി ഇത്, നിന്നോട് കഴിക്കാൻ പറഞ്ഞിട്ടല്ല ഞാൻ പോയത്, കൊണ്ടുവച്ചത് അതുപോലെ ഇരിപ്പുണ്ടല്ലോ, ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് എന്റെ ഒച്ച എടുപ്പിക്കരുത്. നീ കഴിച്ചില്ലേലും കുഴപ്പമില്ല, കിടന്നുറങ്ങാൻ നോക്ക്, രാവിലെ എഴുന്നേറ്റ് റെഡി ആകേണ്ടതാ. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കല്യാണം കഴിഞ്ഞ 2-3 മാസം കഴിയുമ്പോൾ എല്ലാം മറന്നു പോകൂടി.
പോടി. അങ്ങനെ മറന്നു പോകുന്ന രീതിയിൽ നല്ലൊരു ജീവിതമായിരിക്കും നിനക്ക് കിട്ടുന്നത്. അപ്പൊ നിനക്ക് മനസ്സിലാകും ഞങ്ങൾ ചെയ്തത് ശരിയായിരുന്നു എന്ന്. അതുകൊണ്ട് മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ നോക്ക്. അങ്ങനെ ഭക്ഷണവും എടുത്ത് ലളിത അവിടെ നിന്ന് പോവുകയാണ്. കണ്ണു നിറഞ്ഞ സുനന്ദ ഓർക്കുകയാണ് സുഭാഷുമായുള്ള നല്ല നിമിഷങ്ങൾ. തുടർന്ന് വാതിലിന്റെ അരികിലേക്ക് ചെന്ന് നോക്കി നികേഷ് എല്ലാവരുടെയും അരികിലേക്ക് വന്നിട്ട് പറയുന്നു, സുഭാഷ് ഏട്ടൻ ഉറങ്ങുകയല്ല, വെറുതെ കട്ടിലിൽ കിടക്കുകയാണ്. കരയുവാണെന്ന് തോന്നുന്നു. കരയുന്നു എന്ന് ചോദിച്ച് സുധീഷ് അവിടെ വന്ന് എഴുന്നേൽക്കുമ്പോൾ ഹരീഷ് പറയുന്നു, അവിടെ ഇരിക്കും സുധീഷ് ഏട്ടാ. സുഭാഷ് ഏട്ടൻ കരഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിധി പറയുന്നു, ഇവിടെ നടക്കുന്നതെല്ലാം കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ഞാനും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയവളാണ്. പക്ഷെ സുനന്ദയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്ത് ചെയ്യണോന്നറിയില്ല എനിക്ക്. മനസ്സിൽ ഒരാളെ വെച്ചുകൊണ്ട് മറ്റൊരാളെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല. സുഭാഷ് ഏട്ടനും അതേ അവസ്ഥയിലാണ്. അവർക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത ഭാരം തോന്നുന്നു. സുധീഷ് പറയുന്നു, അവര് തന്റെ അടുത്തോടുകൂടി നല്ല തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. ഒന്നുകിൽ സുനന്ദ വീട് വിട്ടിറങ്ങി വരണം, അല്ലെങ്കിൽ സുഭാഷ് ഏട്ടൻ എന്തെങ്കിലും ചെയ്യണം. ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ എന്താ ചെയ്യുക? സുനന്ദ വരുമെന്ന് പറഞ്ഞിട്ട് സുനന്ദയെ കല്യാണം കഴിക്കാനായി ക്ഷേത്രത്തിൽ പോയി നിന്നില്ലേ? സുനന്ദ വന്നില്ല. വീട്ടിൽ ചെന്ന് ഇറക്കിക്കൊണ്ടുവരാൻ പറ്റുമോ? നിധി പറയുന്നു, സുനന്ദയുടെ വീട്ടിൽ എന്തൊക്കെ പറഞ്ഞ് വിരട്ടി വെച്ചിരിക്കുകയാണെന്ന് നമുക്കറിയുമോ? ഭയന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും സുനന്ദ. നികേഷ് കൊതുകിനെ കൊല്ലുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എന്ത് പറ്റിയടാ? നികേഷ് പറയുകയാണ്, ഭയങ്കര കൊതുക്, ഞാൻ പോയി കഥ കടിച്ചിട്ട് വരാന്ന് പറഞ്ഞ് നിധി വാതിലടയ്ക്കാനായി ഉമ്മറത്തേക്ക് വരുമ്പോൾ കാണുന്നത് അവിടെ നിൽക്കുന്ന സുനന്ദയാണ്. ഇരുട്ടായതുകൊണ്ട് മുഖം വ്യക്തമായി കാണുന്നില്ല. സംശയത്തോടുകൂടി നിധി ചോദിക്കുന്നു, ആരാന്നല്ലേ ചോദിച്ചത്? സുധീഷും ഹരീഷും നികേഷും പുറത്തേക്ക് ശ്രദ്ധിക്കുകയാണ്. നിധി ചോദിക്കുന്നു, ആരാ അവിടെ നിൽക്കുന്നത്? സുനന്ദ മുന്നോട്ടേക്ക് വരുമ്പോൾ ഞെട്ടി സുനന്ദ എന്ന് വിളിക്കുകയാണ് നിധി. സുധീഷ് ചോദിക്കുന്നു, സുനന്ദയോ? നിധി ടെൻഷനോടുകൂടി ചുറ്റും നോക്കുമ്പോൾ സുനന്ദ ചോദിക്കുന്നു, എനിക്ക് അകത്തേക്ക് വരാമോ? നിധി പറയുകയാണ്, വാ. കണ്ണു നിറഞ്ഞ സുനന്ദ അകത്തേക്ക് കയറി വരുമ്പോൾ എല്ലാവരും സുനന്ദയെ ശ്രദ്ധിക്കുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുനന്ദ പറയുന്നു, എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, അതാ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ആരാ അവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഭാസ്കരൻ അകത്തേക്ക് കയറി വരികയാണ്. ദേഷ്യത്തോടുകൂടി ഭാസ്കരൻ ചോദിക്കുന്നു, നീ എന്തിനാണ് ഇവിടെ വന്നത്? കരഞ്ഞുകൊണ്ട് സുനന്ദ പറയുന്നു, മാമ, ഞാൻ വീട്ടിലേക്ക് വന്നതിന് എന്നെ വഴക്ക് പറയരുതേ. നിങ്ങൾക്ക് ഞാൻ ഇവിടെ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നറിയാം. നമ്മുടെ രണ്ടു കുടുംബത്തിലും ആർക്കും ആരെയും ഇഷ്ടമല്ലായിരിക്കാം. പക്ഷെ എനിക്ക് സുഭാഷ് ഏട്ടനെ അല്ലേ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ സുനന്ദ പൊട്ടിക്കരയുമ്പോൾ സുഭാഷ് പുറത്തേക്ക് ശ്രദ്ധിക്കുകയാണ്. സുനന്ദ പറയുന്നു, സുഭാഷ് ഏട്ടൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എന്നോട് തിരിച്ചു പോകാൻ മാത്രം പറയരുതേ. റൂമിന് പുറത്തേക്ക് ഇറങ്ങി വന്ന സുഭാഷ് സുനന്ദയെ കണ്ടു ഞെട്ടി വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ്. സുഭാഷ് ഏട്ട എന്ന് വിളിച്ച് സുനന്ദ കരഞ്ഞുകൊണ്ട് അരികിലേക്ക് ചെല്ലുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്താ സുനന്ദ ഈ നേരത്തെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സുനന്ദ പറയുന്നു, എനിക്ക് പറ്റുന്നില്ല സുഭാഷ് ഏട്ട. സുഭാഷ് ഏട്ടനെ മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റൊരാളെ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. എന്റെ അമ്മ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാറു കൂടിയില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷെ അവര് പറയുന്നത് പോലെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതാ ഞാൻ ഇറങ്ങി പോന്നത്. സുധീഷ് ചോദിക്കുന്നു, കല്യാണത്തിന് മുന്നേ സുഭാഷ് ഏട്ടനെ കണ്ടിട്ട് പോകാൻ വന്നതാണോ? ഹരീഷ് പറയുകയാണ്, വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് സുനന്ദ ഇവിടെ വന്ന് നിൽക്കും. പിന്നാലെ സുനന്ദയുടെ അച്ഛനും അമ്മയും വരും. കല്യാണത്തിന് മുമ്പേ പെണ്ണിനെ തട്ടിക്കൊണ്ട് വന്നതാണ് ഞങ്ങളെന്ന് അവര് പറയും. എന്തിനാ ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ? ഇവിടുന്ന് പോകാൻ നോക്ക്. ഭാസ്കരൻ പറയുകയാണ്, രാവിലെ നിന്റെ കല്യാണമല്ലേ, നീ എന്തിനാ ഇപ്പം ഇവിടെ വന്ന് നിൽക്കുന്നത്? നീ ഇവിടെ വന്ന് ഡ്രാമ കളിക്കുകയാണോ? നിന്റെ പിന്നാലെ നിന്റെ അച്ഛനും അമ്മാവനും അമ്മയും എല്ലാം ഡ്രാമ കളിക്കാനായി വരും. നിധി പറയുന്നു, സുനന്ദ, നേരത്തെ സുനന്ദ ഇവിടെ വന്നതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. നേരം വെളുത്താൽ സുനന്ദയുടെ കല്യാണമാണ്. ഈ സമയത്ത് എന്തിനാ ഇങ്ങോട്ട് വന്നത്? സുനന്ദ പറയുന്നു, നിധി, ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി വന്നതല്ല. എന്ത് സംഭവിച്ചാലും ഞാൻ ഇനി ആ വീട്ടിലേക്ക് പോകില്ല. ഇനി ഞാൻ ഇവിടെയാ ജീവിക്കുക. എനിക്ക് എന്റെ സുഭാഷ് ഏട്ടനെ വേണം. ഇത് കേട്ട് എല്ലാവരും സുനന്ദയെ നോക്കുമ്പോൾ സുഭാഷിന്റെ അരികിലേക്ക് വന്ന് സുനന്ദ പറയുന്നു, ഇനി ഞാൻ സുഭാഷ് ഏട്ടന്റെ ഒപ്പമായിരിക്കും ജീവിക്കുക. എന്നോട് പോകാൻ പറയല്ലേ സുഭാഷ് ഏട്ടാ. അങ്ങനെ സുഭാഷിന്റെ കയ്യിൽ പിടിച്ച് തോളിലേക്ക് ചാഞ്ഞ് സുനന്ദ പറയുന്നു, ഇനി ഞാൻ ഇവിടെയാ ജീവിക്കുക. എന്നോട് ദയവ് ചെയ്ത് പോകാൻ പറയല്ലേ സുഭാഷ് ഏട്ടാ. അങ്ങനെ സുനന്ദ സുഭാഷിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. എല്ലാവരും വിഷമത്തോടു കൂടി നിൽക്കുന്നു. സുനന്ദ പറയുന്നു, ഞാൻ അവര് പറയുന്ന പയ്യനെ കല്യാണം കഴിക്കില്ല. നികേഷ് പറയുകയാണ്, ഒന്നുകിൽ ഇവിടെ നിൽക്കണം, അല്ലെങ്കിൽ അവിടെ നിൽക്കണം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായി നിൽക്കരുതേ. അന്ന് സുനന്ദയുടെ വാക്ക് വിശ്വസിച്ച് കല്യാണത്തിന്റെ ഏർപ്പാടുകളെല്ലാം ക്ഷേത്രത്തിൽ ചെയ്തു. പക്ഷേ സുനന്ദ വന്നില്ല. ഞങ്ങളെ എല്ലാവരെയും ചതിച്ചു. ഇപ്പം പോകുന്നില്ല എന്ന് പറയുന്നു. സുനന്ദ പറയുന്നു, അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങി. റോഡിൽ വെച്ച് എന്റെ അമ്മ എന്നെ കണ്ട് പിടിച്ചു വലിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. ചത്തുകളയുമെന്ന് പറഞ്ഞു വിരട്ടി എന്നെ വീട്ടിൽ നിന്നും പുറത്തിറക്കിയില്ല. ഈ രാത്രി ഞാൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നായി അറിയാം. വീട്ടിലുള്ളവര് പറയുന്നത് പോലെ ആരെയും കഷ്ടപ്പെടുത്താതെ അവര് പറയുന്ന പയ്യനെ കല്യാണം കഴിക്കാൻ തന്നെയാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. സുഭാഷ് ഏട്ടനെ മറക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ കൈകൂപ്പി സുനന്ദ പറയുന്നു, പ്ലീസ് എന്നോട് ഇവിടുന്ന് പോകാൻ പറയരുത്. നിധി പറയുന്നു, സുനന്ദ, ആലോചിച്ച് വേണം സംസാരിക്കാൻ. നേരം വെളുത്താൽ സുനന്ദയുടെ കല്യാണമാണ്.
ഒരു എടുത്തുചാട്ടത്തിന് ഇറങ്ങി വന്നതാണ് സുനന്ദ. ഇനി നമ്മൾ എന്താ ചെയ്യുക? സുനന്ദ പറയുന്നു, സുഭാഷേട്ടൻ എന്നെ കല്യാണം കഴിക്കണം. ഇത് കേട്ട് ഞെട്ടി സുഭാഷ് സുനന്ദയെ നോക്കുമ്പോൾ എല്ലാവരും ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ്. സുനന്ദ പറയുന്നു, സുഭാഷേട്ടൻ എന്നെ കല്യാണം കഴിച്ചാൽ എനിക്ക് പിന്നെ ഇവിടെ ജീവിക്കാമല്ലോ. ഭാസ്കരൻ പറയുന്നു, ഇവളെ വിശ്വസിക്കരുത്, ഇവളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇപ്പൊ ഇവൾ ഇങ്ങനെ പറയും. അവളുടെ അച്ഛനും അമ്മയും വന്ന് രണ്ടടി കൊടുത്താൽ അവരുടെ പിന്നാലെ പോകും. സുനന്ദ പറയുന്നു, ഇല്ല മാമ, ഞാൻ പോകത്തില്ല. വീട്ടിൽ എല്ലാവരും ഉറങ്ങി. ഞാൻ ആരും അറിയാതെ ഇവിടെ വന്നത്. രാവിലെ അവർക്ക് മനസ്സിലാകൂ ഞാൻ അവിടെ ഇല്ലാന്ന്. അതുവരെ ആരും എന്നെ അന്വേഷിക്കില്ല. എനിക്ക് കല്യാണം വേണ്ട. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യാം. എന്നോട് പോകാൻ പറയല്ലേ മാമ, പ്ലീസ്. അങ്ങനെ കൈകൂപ്പി സുനന്ദ പൊട്ടിക്കരയുമ്പോൾ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് ഭാസ്കരൻ. അവിടേക്കിരുന്ന് പൊട്ടിക്കരഞ്ഞോണ്ട് ഉറക്ക സുനന്ദ പറയുന്നു, ഞാൻ മരിച്ചാലും ആ കല്യാണം കഴിക്കില്ല. എന്ത് വന്നാലും ഞാൻ ഇവിടുന്ന് പോകില്ല. ഞാൻ എന്റെ സുഭാഷേട്ടന്റെ കൂടെ ജീവിക്കും. ഇത് കേട്ട് സുഭാഷും മറ്റെല്ലാവരും വിഷമത്തോടുകൂടി നിൽക്കുകയാണ്. സുധീഷ് നിധിയോട് ചോദിക്കുന്നു, എന്ത് ചെയ്യും നിധി? എല്ലാവരും സുഭാഷിനെ നോക്കുമ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, ദേ നോക്ക്, ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമല്ലോ, ഒരു മാറ്റം വരില്ലല്ലോ? സുനന്ദ പറയുന്നു, ഇല്ല, എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഉണ്ടാകില്ല. എനിക്ക് സുഭാഷേട്ടനെ വേണം. സുഭാഷേട്ടന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ദയവ് ചെയ്ത് എന്നോട് വീട്ടിലേക്ക് പോകാൻ പറയരുത്. എന്നെയും സുഭാഷേട്ടനെ ഒന്നിപ്പിക്ക് പ്ലീസ്. അങ്ങനെ സുനന്ദ കൈകൂപ്പി പൊട്ടിക്കരയുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു, ഇതിപ്പോ ഞാനാണോ കുടിച്ചത്, നീയാണോ കുടിച്ചത്? അച്ഛ ഒന്നും മിണ്ടാതിരിക്കുന്ന നിധി പറയുമ്പോൾ അരികിലേക്ക് ചെന്ന് സുനന്ദ പറയുന്നു, നിധിക്ക് എന്റെ അവസ്ഥ നന്നായി അറിയാം. പ്ലീസ് നിധി, എന്നോട് അങ്ങോട്ട് പോകണമെന്ന് മാത്രം പറയരുത്. ആ കല്യാണം നടന്ന പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാകില്ല. ഇത് കേട്ട് എല്ലാവരും വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ സുഭാഷിന്റെ അരികിലേക്ക് വന്ന സുനന്ദ പറയുന്നു, സുഭാഷേട്ടാ, എനിക്ക് സുഭാഷേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് അറിവ് വന്ന നാളു മുതലേ ഞാൻ സുഭാഷേട്ടനെ മനസ്സിൽ വിചാരിച്ചാണ് നടക്കുന്നത്. എന്റെ മനസ്സ് നിറയെ സുഭാഷേട്ടനാണ്. മറ്റൊരാളെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ സുനന്ദ പൊട്ടിക്കരയുമ്പോൾ കണ്ണു നിറഞ്ഞ് സുനന്ദയെ തലോടിക്കൊണ്ട് സുഭാഷ് പറയുന്നു, കരയാതെ മോളെ. എല്ലാവരും കണ്ണു നിറഞ്ഞ അവരെ നോക്കുകയാണ്. സുധീഷ് പറയുന്നു, ഇതിനപ്പുറത്തേക്ക് ഇനി എന്താ ഉള്ളത്? ഇറങ്ങി വന്നതല്ലേ, നമുക്ക് ഇവരുടെ കല്യാണം നടത്താം. കല്യാണമോന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, വേറെന്താ ചെയ്യുക? കല്യാണം നടത്താതെ സുനന്ദയ്ക്ക് എങ്ങനെ ഇവിടെ കഴിയാൻ പറ്റും? സുനന്ദയുടെ അമ്മ വന്ന് അടിച്ച് പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ സുനന്ദ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഭാസ്കരൻ പറയുന്നു, അവള് പറയുന്നത് കേട്ട് നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കല്ലേ? നിങ്ങള് ക്ഷേത്രം വരെ പോയി നാണം കെട്ട് വന്നതല്ലേ? ഇവളുടെ അച്ഛനും അമ്മയും വന്ന് ബഹളം വെച്ചാൽ ഇവള് ഭയന്ന പിന്നാലെ പോകും. ഇവളുടെ കുടുംബത്തിലുള്ള ആരെയും വിശ്വസിക്കരുത്. സുനന്ദ ദേഷ്യത്തോടു കൂടി മാമാന്ന് വിളിക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ? സുനന്ദ പറയുകയാണ്, എന്റെ കുടുംബത്തെ വിശ്വസിക്കരുതെന്ന് പറയുന്നുണ്ടല്ലോ. എന്റെ കുടുംബം തന്നെയല്ലേ മാമന്റെ കുടുംബവും. ഞാൻ പോകില്ല എന്ന് പറഞ്ഞില്ലേ? എന്നെ വിശ്വസിക്ക് സുധീഷേ. ഞാൻ സുഭാഷേട്ടനെ കല്യാണം കഴിക്കാം. ഇവിടെ നിന്ന് തിരികെ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഹരീഷ് പറയുന്നു, ശരി, വാക്ക് മാറ്റില്ലല്ലോ. അമ്മ വന്ന് കരഞ്ഞാലോ? സുനന്ദ പറയുന്നു, എന്റെ അമ്മ വന്ന് ഇവിടെ എന്ത് ഡ്രാമ കളിച്ചാലും ശരി, അല്ലെങ്കിൽ എന്ത് ചെയ്താലും ശരി, ഞാൻ വാക്ക് മാറ്റില്ല. നിങ്ങൾ തന്നെ എന്നോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോകില്ല. എനിക്ക് സുഭാഷേട്ടനെ വേണം. അങ്ങനെ സുഭാഷിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് സുനന്ദ. ഇത് കണ്ട് എല്ലാവരും വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ ഭാസ്കരൻ പുറത്തേക്ക് ചെന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. സുധീഷ് പറയുന്നു, ഇനിയും കാത്തിരിക്കേണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇവരുടെ കല്യാണം നടത്താം. നികേഷ് പറയുന്നു, അതെ സുധീഷ് ഏട്ടാ, നമുക്ക് ഇവരുടെ കല്യാണം നടത്താം. ഇത്രയും നാളും സുനന്ദ സുഭാഷേട്ടന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നല്ലേ നമ്മൾ പറഞ്ഞത്? ഇപ്പതേ കല്യാണ തലേന്ന് ഇറങ്ങി വന്നിരിക്കുക. ഇതിനപ്പുറം എന്താ വേണ്ടത്? ഹരീഷ് പറയുകയാണ്, അത് ശരിയാ, നമുക്ക് ഉടനെ തന്നെ ഇവരുടെ കല്യാണം നടത്താം. ഏട്ടത്തി എന്താ ഒന്നും പറയാത്തത്? നിധി ചോദിക്കുന്നു, ഈ സമയത്ത് എങ്ങനെ? ഹരീഷ് പറയുന്നു, കല്യാണം നടത്താമെന്ന് തീരുമാനിച്ചു. ഏത് സമയമായാലെന്താ? നേരം വെളുത്താൽ ഉടനെ സുനന്ദയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് നേരെ ഇങ്ങോട്ടായിരിക്കും അവർ അന്വേഷിച്ചു വരുന്നത്. ആ സമയത്ത് സുഭാഷേട്ടന്റെയും സുനന്ദയുടെയും കല്യാണം കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സുധീഷ് പറയുന്നു, അത് ശരിയാ, നമ്മുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് നിധി. നമ്മുടെ കല്യാണം നടന്നതുകൊണ്ടാണ് നിധിയുടെ വീട്ടുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയത്. അവർ അന്വേഷിച്ചു വരുന്നതിന് മുമ്പേ ഇവരുടെ കല്യാണം നടന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിധി പറയുന്നു, സുധീഷേ, നമ്മുടെ കല്യാണം പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് നടന്നത്. ഇത് ഇവിടെ എങ്ങനെ? സുധീഷ് പറയുന്നു, നിധി, എവിടെ നടന്നാലും കല്യാണം തന്നെയാണ്. ആദ്യം നമുക്ക് കല്യാണം നടത്താം. അതിനുശേഷം രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി സഹായം ചോദിക്കാം. ഹരീഷ് പറയുന്നു, സുനന്ദ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സുനന്ദയെ രാവിലെ അവരെ അന്വേഷിച്ചിറങ്ങും. നമ്മുടെ മുന്നിൽ ഒരുപാട് സമയമുണ്ട്. അതിനുള്ളിൽ കല്യാണം നടത്തിയിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഹെൽപ്പ് ചോദിക്കാം. ഇല്ലെങ്കിൽ എനിക്കറിയാവുന്ന വക്കീലിനെ കണ്ട് അടുത്തത് എന്ത് വേണമെന്ന് ചോദിക്കാം. എന്താണെങ്കിലും ആദ്യം ഇവരുടെ കല്യാണം നടത്തണം. ഭാസ്കരൻ ചോദിക്കുന്നു, ഇവളെ രാവിലെ വരെ വീട്ടിൽ അന്വേഷിക്കില്ല എന്ന് ഇവള് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഏട്ടാ, അത് കല്യാണ വീടാണ്. അവിടെ ആളും ബഹളം ഒന്നും ഇല്ലാത്ത സമയത്ത് തന്നെ ഇവളുടെ അമ്മ അന്വേഷിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് ഇവളുടെ മേൽ അവളുടെ അമ്മയുടെ ഒരു കണ്ണുണ്ടായിരിക്കും, ഉറപ്പാ. ഇവളെ കാണാനില്ലെന്ന് അറിഞ്ഞാലുടനെ ഇവളുടെ കുടുംബം മുഴുവൻ ഇങ്ങോട്ട് വരും. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യണം. സുനന്ദ, നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമോ? സുനന്ദ പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ മാമ, എന്ത് വന്നാലും ഞാൻ സുഭാഷേട്ടനെ വിട്ടു പോകില്ല. ഭാസ്കരൻ
ഭാസ്കരൻ പറയുന്നു, സുധീഷേ നികേഷേ നിങ്ങൾ വാതിലടയ്ക്ക്, നമുക്ക് കല്യാണം നടത്താം. സുധീഷും നികേഷും വാതിലടയ്ക്കുകയാണ്. ഹരീഷ് പറയുന്നു, ഇത് ശരിയാകില്ല, ആദ്യം നമുക്ക് ഇവിടുന്ന് പോകാം, എന്നിട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിൽ ചെന്ന് കല്യാണം നടത്താം. ഭാസ്കരൻ പറയുന്നു, ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്തണമെങ്കിൽ രാവിലെ ആകണ്ടേ, അപ്പോഴേക്കും അവളുടെ വീട്ടുകാരെ അവളെ അന്വേഷിച്ചു വരും. ഇവിടെ ഇപ്പൊ തന്നെ കല്യാണം നടക്കണം. ഇത് കേട്ട് സുധീഷ് പറയുന്നു, കറക്റ്റ്, സുനന്ദയുടെ വീട്ടിൽ നിന്നും എപ്പോ വേണമെങ്കിലും സുനന്ദയെ അന്വേഷിച്ച് വരാൻ ചാൻസ് ഉണ്ട്. ആദ്യം കല്യാണം നടത്തിയിട്ട് ഇവിടുന്ന് പോകാം, അതിനുശേഷം എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം. നേരം വെളുക്കുന്നതിന് മുമ്പേ അവര് സുനന്ദയെ അന്വേഷിച്ച് വന്നാലും സുഭാഷേട്ടൻ താലി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിധി ചോദിക്കുന്നു, എങ്ങനെ വീട്ടിൽ വെച്ച് കല്യാണം നടത്താൻ പറ്റും? ഭാസ്കരൻ പറയുന്നു, മോളെ വീടായാലെന്താ, ദൈവം തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ലേ? പിന്നെന്താ മോളെ, നീ കൂടുതൽ ആലോചിക്കണ്ട, നമുക്ക് ഇവരുടെ കല്യാണം നടത്താം. അങ്ങനെ ഭഗവാന്റെ മുന്നിൽ വിളക്ക് തെളിയിച്ച് ഭാസ്കരൻ പറയുന്നു, ഇതാണ് ക്ഷേത്രം, ഈശ്വരന്മാരും ഉണ്ട്, ഇവരുടെ മുമ്പിൽ വെച്ച് നമുക്ക് ഇവരുടെ കല്യാണം നടത്താം. നിധി ചോദിക്കുന്നു, സുനന്ദയ്ക്ക് ഇതിന് സമ്മതമാണോ? സുനന്ദ പറയുകയാണ്, എനിക്ക് സമ്മതമാ. നികേഷ് പറയുന്നു, എല്ലാം ഓക്കെയാണ്, പക്ഷെ താലിക്ക് എവിടെ പോകും? ഈ നേരത്ത് കട ഏതെങ്കിലും തുറക്കുമോ? ഇത് കേട്ട് സുധീഷ് ഓർക്കുകയാണ്, ക്ഷേത്രത്തിൽ വെച്ച് സുനന്ദ വരാതിരുന്നപ്പോൾ പൂജാരി താലി സുഭാഷിനെ ഏൽപ്പിച്ചത്. തുടർന്ന് താലി എടുത്തോണ്ട് വന്ന് സുധീഷ് പറയുന്നു, അന്ന് ക്ഷേത്രത്തിൽ വെച്ച് സുഭാഷേട്ടന്റെ കല്യാണത്തിന് വേണ്ടി വാങ്ങിയ താലി. അങ്ങനെ സുധീഷ് ആ താലി കാണിക്കുകയാണ്. താലി കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് എല്ലാവരും. നികേഷ് പറയുന്നു, സൂപ്പർ സുധീഷേട്ടാ, സുഭാഷേട്ടാ, സുഭാഷേട്ടൻ വിവാഹ വസ്ത്രം ഇട്ടോണ്ട് വാ. എന്താടാ നികേഷ് ഇതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, എന്താ സുഭാഷേട്ടാ, വാ. ഹരീഷ് പറയുകയാണ്, സുഭാഷേട്ടനെ നമുക്ക് റെഡിയാക്കാവടാ. അങ്ങനെ സുഭാഷിനെ സന്തോഷത്തോടു കൂടി അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഹരീഷും നികേഷും. ഇത് കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് നിധിയും സുനന്ദയും സുധീഷും ഭാസ്കരനും. തുടർന്ന് സുഭാഷ് മടിച്ചു നിൽക്കുമ്പോൾ ഹരീഷ് പറയുന്നു, സമയം കളയാതെ സുഭാഷേട്ടാ, ഇത് ദൈവമായി നമുക്ക് കൊണ്ടെത്തുന്ന വഴിയാ, ഈ കല്യാണം ഇന്ന് നടന്നേ പറ്റൂ, പെട്ടെന്ന് ഷർട്ട് ഇട്. തുടർന്ന് സുനന്ദയ്ക്ക് വെള്ളം കൊണ്ടു കൊടുക്കുകയാണ് നിധി. സന്തോഷത്തോടു കൂടി പൊട്ടിച്ചിരിക്കുകയാണ് ഭാസ്കരൻ. നിധി പറയുന്നു, പേടിക്കേണ്ട സുനന്ദ, എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചാ മതി. ഭാസ്കരൻ പറയുന്നു, നാളെ രാവിലെ കല്യാണം മുടങ്ങി നിന്റെ അച്ഛനും അമ്മയും അമ്മാവനുമെല്ലാം അപമാനപ്പെട്ട് നിൽക്കുന്നത് എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കാണണം. ഇപ്പൊ മോൾ എന്റെ കോട്ടില. സുനന്ദ ടെൻഷനോടുകൂടി ഭാസ്കരനെ നോക്കുമ്പോൾ നിധി പറയുന്നു, ഒരു പ്രശ്നം ഉണ്ടാകില്ല, സുനന്ദ ഭയപ്പെടാതെ. സുനന്ദ പറയുന്നു, അവര് 3 പേരും ഇങ്ങോട്ട് വരരുത്, അവര് ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാലും എനിക്ക് പേടിയുണ്ട്, ഒരുപക്ഷെ അവര് വന്നാൽ ദയവ് ചെയ്ത് എന്നെ അവരുടെ ഒപ്പം പറഞ്ഞയക്കരുതേ. സുധീഷ് പറയുന്നു, ഞങ്ങള് പറഞ്ഞു വിടില്ല, അവര് സംസാരിക്കുന്നത് കേട്ട് സുനന്ദ പോകാതിരുന്നാ മതി. സുനന്ദ പറയുന്നു, ഞാൻ പോകില്ല, എന്ത് നടന്നാലും ഞാൻ ഇവിടുന്ന് പോയില്ല. അച്ഛൻ പോലീസിനെ കൂട്ടിക്കൊണ്ടു വന്നാലും എനിക്ക് സുഭാഷ് ഏട്ടനെ മതിയെന്ന് പറയും, എന്നെ വിശ്വസിക്ക്. ഭാസ്കരൻ പറയുന്നു, മോളെ നിന്നെ എനിക്ക് വിശ്വാസമാ. തുടർന്ന് സുഭാഷിനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് വരികയാണ് ഹരീഷും നികേഷും. ഭാസ്കരൻ പറയുന്നു, രാത്രി 12 മണിക്ക് ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന മണവാളൻ നീയാണടാ, വാ. അങ്ങനെ സുഭാഷിനെ ചേർത്ത് പിടിച്ച് സുനന്ദയുടെ അരികിലേക്ക് നിർത്തുകയാണ് ഭാസ്കരൻ. എല്ലാവരും സന്തോഷത്തോടു കൂടി അവരെ നോക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു, ജോഡി സൂപ്പർ. ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് സുഭാഷ്. സുനന്ദ പുഞ്ചിരിച്ച് സുഭാഷിനെ ഒന്ന് നോക്കിയിട്ട് കയ്യിലേക്ക് പിടിക്കുകയാണ്. പെട്ടെന്ന് സുനന്ദ ഓർക്കുകയാണ് അച്ഛനും അമ്മയുമായുള്ള നല്ല നിമിഷങ്ങൾ. തുടർന്ന് സുനന്ദ മനസ്സിൽ പറയുന്നു, ഈ നിമിഷം നീ നിന്റെ അച്ഛനെ അമ്മയും വീടിനെ പറ്റി ഒന്നും ആലോചിക്കരുത്, നിനക്ക് സുഭാഷേട്ടനാണ് പ്രധാനം. താലി നീട്ടിക്കൊണ്ട് സുധീഷ് പറയുന്നു, സുഭാഷേട്ടാ ദാ കെട്ട്. ഭാസ്കരൻ പറയുകയാണ്, മുതിർന്ന ഒരാളെ ഇവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ, താലി ഇങ്ങിതാ. എപ്പോഴും എന്നെ എന്റെ കുടുംബത്തിനെയും നാണം കെടുത്താൻ വരുന്നതല്ലേ നിന്റെ അച്ഛനും അമ്മയും അമ്മാവനും, നാളെ അവർക്ക് 8ന്റെ പണി കിട്ടും. എടാ സുഭാഷേ, കെട്ടിടാ താലി, ഭഗവാനോട് പ്രാർത്ഥിച്ച് താലി കെട്ടിടാ, പിടിയടാ. സുഭാഷ താലി വാങ്ങുമ്പോൾ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് സുനന്ദയും മറ്റെല്ലാവരും. ശേഷം എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് ഭാസ്കരൻ പറയുന്നു, കെട്ടിട താലി. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് സുഭാഷ് സുനന്ദയുടെ കഴുത്തിൽ താലി കെട്ടാനായി തുടങ്ങുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. സുഭാഷ് സുനന്ദയുടെ കഴുത്തിലേക്ക് താലി വെച്ച് കെട്ടാനായി തുടങ്ങുമ്പോഴേക്കും വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറി വരികയാണ് ലളിതയും ധനശേഖരനും. സുനന്ദയും സുഭാഷും മറ്റെല്ലാവരും ഞെട്ടി അവരെ നോക്കുകയാണ്. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.